ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈമാടെക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്സിന്റെ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 195 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ഒരു സ്ക്വയർ പിരമിഡിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ വോളിയം, അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. വോളിയത്തിന്റെ ഇക്വേഷൻ വോളിയം ഇസ് ഈക്വൽ ടു 1/3 a സ്ക്വയർ എച്ച്. ഓക്കെ, 1/3 a സ്ക്വയർ എച്ച് എന്നാണ് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ? അതായത് എ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൽ ഈക്വൽ ടു 15 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കണം. വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് എയും വേണം എച്ചും വേണം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ എച്ച് ഇസ് ഈക്വൽ ടു root of L square minus a by 2 square, that is root of 225 minus 5 square is 25. അപ്പോൾ എന്ത് വരും? root of 200. നമുക്ക് root of 100 into 2 എന്ന് എഴുതാം. that is 10 root 2 centimeter ആണ് height. ഓക്കെ, height is equal to 10 root 2 centimeter. Then നമുക്ക് വോളിയം കാണണല്ലേ. വോളിയം V is equal to 1/3 a square h. a is 10, so square is 100, h is 10 root 2. അപ്പോൾ എന്ത് കിട്ടും? 1000 root 2/3 centimeter cube. Okay, then second question, two square pyramids have same volume. രണ്ട് സ്ക്വയർ പിരമിഡ്സിന് സെയിം വോളിയം ആണ്. The base edge of one is half that of other. ഒന്നിന്റെ ബേസ് എഡ്ജ് മറ്റേതിന്റെ ഹാഫ് ആണ്. How many times the height of second pyramid is the height of the first? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പിരമിഡിന്റെ ഹൈറ്റ് ഫസ്റ്റ് പിരമിഡിന്റെ ഹൈറ്റിന്റെ എത്ര ടൈംസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടിന്റെയും ഫസ്റ്റ് വണ്ണിന്റെ A1 H1 എന്ന് എടുക്കാം, സെക്കൻഡ് വണ്ണിന്റെ A2 H2 എന്ന് എടുക്കാം. മെഷർമെന്റ്സ് എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വോളിയം എന്ത് വരും? 1/3 A1 സ്ക്വയർ H1. ഇതിന്റെ എന്ത് വരും? 1/3 A2 സ്ക്വയർ H2. ഇത് രണ്ടും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നേക്കുന്നത്? ദ ബേസ് എഡ്ജ് ഓഫ് വൺ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് അതർ. അതായത് A2 ഈസ് ഈക്വൽ ടു A1/2. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഈ A2ന് പകരം A1/2 ഹോൾ സ്ക്വയർ, അതായത് A1 സ്ക്വയർ ബൈ 4. ഓക്കെ, ദെൻ നമുക്ക് ഹൈറ്റ് തമ്മിലുള്ള റിലേഷൻ വേണം. അപ്പൊ രണ്ടിടത്ത് A1 സ്ക്വയർ ഈസ് കോമൺ. അപ്പോ H1/3 ഈസ് ഈക്വൽ ടു H2/12. ഓക്കെ, അപ്പൊ ഇത് കട്ടായി പോയ എന്ത് വരും? അപ്പൊ H1 ഈസ് ഈക്വൽ ടു H2/4. ദാറ്റ് ഇംപ്ലൈസ് H2 ഈസ് ഈക്വൽ ടു 4 ടൈംസ് H1. അതായത് ഹൈറ്റ് ഓഫ് സെക്കൻഡ് പിരമിഡ് ഈസ് 4 ടൈംസ് ഹൈറ്റ് ഓഫ് ഫസ്റ്റ് പിരമിഡ്. ഓക്കെ, അതായിരുന്നു ചോദ്യം. Then third question, the base edges of two square pyramids are in the ratio 1:2. രണ്ട് സ്ക്വയർ പിരമിഡ്സിന്റെ ബേസ് എഡ്ജ് തമ്മിലുള്ള റേഷ്യോ, അതായത് A1 A2 ഈക്വൽ ടു 1:2. ഇവിടെ നമുക്ക് A1നെ x എന്നും A2നെ 2x എന്നും എടുക്കാം. അപ്പൊ റേഷ്യോ എന്ത് വരും? 1:2. Their heights are in the ratio 1:3. അതായത് H1 H2 is equal to 1:3. അപ്പൊ നമുക്ക് H1നെ y എന്നും H2നെ 3y എന്നും എടുത്താൽ റേഷ്യോ എന്ത് വരും? 1:3. ദെൻ വോളിയം ഓഫ് ഫസ്റ്റ് ഈസ് 180 സെന്റിമീറ്റർ ക്യൂബ്. ഫസ്റ്റ് വണ്ണിന്റെ വോളിയം 1/3 A1 സ്ക്വയർ H1 is equal to 180. Then what is the volume of second pyramid? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പിരമിഡിന്റെ വോളിയം 1/3 A1 സ്ക്വയർ H എന്ന് വരുമ്പോൾ എന്ത് വരും? 1/3 x സ്ക്വയർ y ഈക്വൽ ടു 180. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡിന്റെ വോളിയം, അതായത് 1/3 2xന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 4x സ്ക്വയർ ഇൻറ്റു H2 is 3y.
ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 3 ഉം 3 ഉം കട്ടായി പോകും. 4 ടൈംസ് എക്സ് സ്ക്വയർ വൈ ആണ് നമുക്ക് വേണ്ടത്. ഇതിനകത്തുനിന്ന് നമുക്ക് എക്സ് സ്ക്വയർ വൈ കിട്ടൂലോ. എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 180 ഇൻറ്റു 3. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ 180 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 540. ഇപ്പൊ എന്ത് വരും? 2160 സെന്റിമീറ്റർ ക്യൂബാണ് സെക്കൻഡ് പിരമിഡിന്റെ വോളിയം. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ 18 സെന്റിമീറ്റർ. ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ എഡ്ജും 18 സെന്റിമീറ്റർ ആണ്. അതായത് എ ഈക്വൽ ടു ഇ ഈക്വൽ ടു 18 സെന്റിമീറ്റർ. ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 18 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കണം. വോളിയം എന്താണ്? 1/3 a square h. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എച്ച് വേണമല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? എല് കണ്ടുപിടിക്കാം. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ ബൈ 2 സ്ക്വയർ. എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ ബൈ 2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് അല്ല ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 സ്ക്വയർ. ഇ എന്താണ്? 18 സ്ക്വയർ ഈസ് 324 മൈനസ് എ ബൈ 2 ഈസ് 981 റൂട്ട് ഓഫ് 243. ഓഫ് 243 നമുക്ക് എങ്ങനെ എഴുതാം? 81 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് 9√3 സെന്റിമീറ്റർ. ഓക്കെ, 9√3 സെന്റിമീറ്റർ ആണ് എന്ത്? എൽ. ഇനി നമുക്ക് അതിനകത്ത് എച്ച് കണ്ടുപിടിക്കാം. എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9√3യുടെ സ്ക്വയർ എന്ത് വരും? 243 മൈനസ് a by 2 square is 81 root of 162 എന്ന് കിട്ടി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 81 ഇൻറ്റു 2 ദാറ്റ് ഈസ് 9√2 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. അപ്പോൾ വോളിയം എന്ത് വരും? 1/3 ഇൻറ്റു എ സ്ക്വയർ ഈസ് 18 സ്ക്വയർ ഈസ് 324 ഇൻറ്റു എച്ച് ഈസ് 9√2. ഇതും കട്ടാവും. 972√2 സെന്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. 972√2 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഇസ് 25 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ് സർഫസ് ഏരിയ ഈസ് 896 സ്ക്വയർ സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? സർഫസ് ഏരിയ എന്താ തന്നിട്ടുണ്ട്? 896 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? ബേസ് ഏരിയ പ്ലസ് 4 ലാറ്ററൽ ട്രയാങ്കിൾസിന്റെ ഏരിയ. അപ്പൊ ബേസ് ഏരിയ എന്താണ്? എ സ്ക്വയർ പ്ലസ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഈസ് എ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ സ്ലാൻഡ് ഹൈറ്റ് അല്ലേ. സോ എൽ ഹാഫ് എ എൽ. അങ്ങനെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4. അപ്പൊ എന്ത് വരും? 2AL. ഓക്കെ, ഈ 2ഉം 4ഉം കട്ടായി പോകും. സോ 4 ട്രയാങ്കിൾസിന്റെയും കൂടി ഏരിയ എന്ത് വരും? 2AL. സോ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് എ സ്ക്വയർ പ്ലസ് 2AL ഈക്വൽ ടു 896. ഓക്കെ, 896. നമുക്ക് എല്ലാം അറിയാം. 25 എ സ്ക്വയർ പ്ലസ് 2 into 25 is 50. 50A മൈനസ് 896 ഈക്വൽ ടു 0. അപ്പൊ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. A is equal to minus b, that is minus 50 plus or minus root of b square, that is 2500 minus 4 into 1 into 896 plus 3584 എന്ന് വരും divided by 2a, that is 2. That is minus 50 plus or minus root of 3584 plus 2500 6084 divided by 2 എന്ന് വന്നു. ഈ 6084 എന്ന് പറഞ്ഞാൽ 78ന്റെ റൂട്ടാണ്. സോ മൈനസ് 50 പ്ലസ് ഓർ മൈനസ് 78/2. അപ്പൊ എന്തൊക്കെ വരും? മൈനസ് 50 പ്ലസ് 78/2 എന്നും വരും, മൈനസ് 50 മൈനസ് 78/2 എന്നും വരും.
-50 -78 ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നത്. അത് നമുക്ക് ഒരു എഡ്ജ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ പോസിറ്റീവ് നമ്പർ മാത്രമേ എടുക്കുക. അതായത് -50 + 78 എന്ന് പറയുമ്പോൾ എന്ത് വരും? 28/2 ഈസ് 14 സെന്റിമീറ്റർ. സോ നമുക്ക് എന്ത് കിട്ടി? 14 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് വോളിയം കാണാനായിട്ട് 1/3 ഇൻറ്റു a²h അല്ലേ. സോ 14² ഈസ് 196 ഇൻറ്റു h കണ്ടുപിടിക്കണം അല്ലേ. h is equal to √(l² - a/2²). l² എന്താണ്? 625 മൈനസ് a/2, a is 14, so by 2 is 7, 7² is 49. അപ്പൊ എന്ത് വരും? 6 7 576. 576ന്റെ റൂട്ട് എന്താ? 24. അപ്പൊ 1/3 ഇൻറ്റു 196 ഇൻറ്റു 24. അപ്പൊ നമുക്ക് എന്ത് വരും? 1568 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, 1568 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആണ്. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഓഫ് സെയിം ലെങ്ത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ എഡ്ജസും സെയിം ലെങ്ത് ആണ്. അതായത് a is equal to e. ഓക്കെ, ആൻഡ് its height is 12 centimeter. h is equal to 12 centimeter. Then what is its volume? അങ്ങനെയാണെങ്കിൽ നമ്മൾ വോളിയം കണ്ടുപിടിക്കണം. അപ്പൊ h is equal to 12 centimeter എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് ഫസ്റ്റ് L കണ്ടുപിടിക്കാം. l² is equal to √(e² - a/2²). ഓക്കെ, that is L is equal to √(e² - a/2²). a equal to e ആണ്. സോ ഇക്ക് വരെ നമുക്ക് a എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ a² - a²/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3a²/4. ഓക്കെ, അതായത് √3a/2. L is equal to √3a/2. ഇനി നമുക്ക് h അറിയാം അല്ലേ. അതായത് h is equal to √(l² + l² - a/2² equal to L is √3a/2. അപ്പൊ √3a/2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3a²/4 മൈനസ് a/2² എന്ന് പറയുമ്പോൾ a²/4. അപ്പൊ എന്ത് വരും? 3a² - a² is 2a²/4. √2a²/4. അപ്പൊ ഇത് കട്ടായി പോയിട്ട് a²/2, ദാറ്റ് ഈസ് a/√2. h is equal to a/√2. നമുക്ക് h എന്താണെന്നറിയാം? 12 ആണെന്നറിയാം. സോ a is equal to 12√2 സെന്റിമീറ്റർ. നമുക്ക് എന്താണ് വേണ്ടത്? വോളിയം അല്ലേ. ദാറ്റ് ഈസ് 1/3 a² is 144 ഇൻറ്റു 2 ഇൻറ്റു h is 12. അപ്പൊ എന്ത് വരും? 81152 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വോളിയം കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് പെരിമീറ്റർ 64 സെന്റിമീറ്റർ? ഒരു സ്ക്വയർ പിരമിഡിന്റെ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ബേസ് പെരിമീറ്റർ 64, അതായത് 4 ബേസ് എന്ന് പറഞ്ഞ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 4a ഈക്വൽ ടു 64. അപ്പൊ a ഈക്വൽ ടു എന്ത് കിട്ടി? 16 സെന്റിമീറ്റർ. ഓക്കെ, ദെൻ വോളിയം തന്നിട്ടുണ്ട്. വോളിയം 1280 സെന്റിമീറ്റർ ക്യൂബ് ആണ്. നമുക്ക് സർഫസ് ഏരിയ ആണ് കാണുന്നത്. സർഫസ് ഏരിയ എന്താണ്? a² + 2al. ഓക്കെ, എയും വേണം എല്ലും വേണം. എ കിട്ടി, ഇനി എല്ല് വേണം അല്ലേ. അപ്പൊ വോളിയം എന്താണ്? 1/3 a² h is equal to 1280. എ എന്താണ്? 16. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 ഇൻറ്റു 16 ഇൻറ്റു 16 h ഈക്വൽ ടു 1280. ഓക്കെ, ഇത് നമുക്ക് 8 വെച്ച് കട്ട് ചെയ്യാം. 85. h is equal to 15 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി h കിട്ടി, a അറിയാം, നമുക്ക് l കണ്ടുപിടിക്കാം. l² is equal to h². l is equal to √(h² + a/2²). That is √(h² is 225 plus a is 16 by 2 is 8 square is 64. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? √279, that is 17 centimeter. L is equal to 70.
അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2al എന്ത് വരും? 16 സ്ക്വയർ ഈസ് 256 പ്ലസ് 2 ഇൻറ്റു 16 ഇൻറ്റു 17. അപ്പോൾ 16 ഇൻറ്റു 17 എന്ത് വരും? 272 ഇൻറ്റു 2. 256 പ്ലസ് 272 ഇൻറ്റു 2 400. 544 പ്ലസ് 256 800. നമുക്ക് 800 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടും ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ 10th സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.